കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണെന്നറിയാമോ? കുന്തിപ്പുഴ. കുന്തിപ്പുഴ. അതുപോലെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാണെന്നറിയാമോ? തൂതപ്പുഴ. അതുപോലെ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴ. അതായത് കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? അത് ആൻസർ തൂതപ്പുഴ. തൂതപ്പുഴ ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്, പാലക്കാട്. സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം അവിടെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ചീവീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു തരം ജീവിയാണ്. അതില്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് റൈറ്റ്. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി. അത് സൈലന്റ് വാലിയിൽ മാത്രം കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം. അവരുടെ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. കുന്തിപ്പുഴയുടെ സൈലന്റ് വാലിയുടെ നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009.